നമസ്കാരം. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ അധികാരത്തേക്കാൾ പട്ടാളം കാര്യങ്ങൾ നിശ്ചയിക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയിട്ട് കാലം കുറയായി. പ്രധാനമന്ത്രിയേക്കാൾ പ്രാധാന്യത്തിൽ ലോക രാജ്യങ്ങളുമായി കൂടിക്കാഴ്ചകളും മറ്റും നടത്തുന്നത് പാക് സൈനിക മേധാവിയായ അസീം മുനീറാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടക്കം മുനീർ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പാകിസ്ഥാനിൽ അപൂർവ ധാതു ഖനനത്തിന് അമേരിക്ക ഒരുങ്ങുന്നതായും വാർത്തകളെത്തി. ഇപ്പോഴിതാ അസീം മുനീർ കൂടുതൽ ശക്തനാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സൈനിക മേധാവിക്ക് രാജ്യത്തെ സായുധ സേനകളുടെ സർവ്വാധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതിക്കാണ് പാകിസ്ഥാൻ നീങ്ങുന്നത്. ഈ ഭേദഗതിയിലൂടെ സൈനിക മേധാവിയായ അസീം മുനീറിന് മുൻ സൈനിക മേധാവികളെക്കാൾ അധികാരപരിധി ലഭിക്കും. ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവിയാണ് അസീം മുനീറിന് ലഭിക്കുക. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സംയുക്ത അധികാരം ലഭിക്കുന്നതോടെ പാകിസ്ഥാൻ ഒരു സൈനിക സർവ്വാധികാര രാജ്യമായി മാറുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പട്ടാള അട്ടിമറികൾ പതിവായ പാകിസ്ഥാനിൽ ഇത് മറ്റൊരു അട്ടിമറിക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. മാധ്യമങ്ങൾക്ക് ലഭിച്ച ഭരണഘടനാ ഭേദഗതിയുടെ കരട് രേഖ പ്രകാരം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെയും നേതൃത്വത്തിലാണ് ഈ മാറ്റങ്ങൾ നടപ്പാക്കുന്നത്. ഫെഡറൽ ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ച ഉടൻ 27ാം ഭരണഘടനാ ഭേദഗതി ബിൽ ശനിയാഴ്ച സെനറ്റിൽ അവതരിപ്പിക്കുകയും നിയമനീതി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പുനഃപരിശോധനയ്ക്ക് വിടുകയും ചെയ്തു. പാക് നിയമമന്ത്രി അസം നസീർ തരർ അവതരിപ്പിച്ച ബിൽ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ രൂപവൽക്കരണം, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, പ്രൊവിൻഷ്യൽ ക്യാബിനറ്റുകളുടെ പരിധിമാറ്റം, സൈനിക നേതൃത്വത്തിന്റെ പുനഃസംഘടന തുടങ്ങിയ സമഗ്രമായ ഭരണഘടനാ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെന്നാണ് സൂചന. സായുധ സേനയുടെ നിയന്ത്രണവും അധികാരവും ഫെഡറൽ സർക്കാരിനായിരിക്കും എന്ന് നിലവിൽ പറയുന്ന ആർട്ടിക്കിൾ 243 നിർദ്ദിഷ്ട മാറ്റങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അധികാരഘടനകളും നിയമനങ്ങളും പുനർനിർവചിക്കാൻ പുതിയ വ്യവസ്ഥകൾ ചേർക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഭേദഗതി പ്രകാരം സൈനിക മേധാവി ഒരേ സമയം സംയുക്ത സേനാ മേധാവിയായും പ്രവർത്തിക്കും. അതോടെ 3 സൈനിക വിഭാഗങ്ങളുടെയും നേരിട്ടുള്ള അധികാരം സൈനിക മേധാവിയിൽ നിക്ഷിപ്തമാകും. സ്ഥാനപരമായി നിലവിലുള്ള ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ പദവി നിർത്തലാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. നിലവിലെ ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്ന 2025 നവംബർ 27 മുതൽ ഈ സ്ഥാനം ഇല്ലാതാകും. പുതിയ നിയമനം ഉണ്ടാകില്ലെന്ന് നിയമമന്ത്രി വ്യക്തമാക്കി. സംയുക്ത സേനാ മേധാവിയുടെ ശുപാർശ പ്രകാരം പ്രധാനമന്ത്രി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡറെ നിയമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ പാകിസ്ഥാന്റെ ആണവശേഷിയുടെ നിയന്ത്രണം സൈന്യത്തിന് നൽകും. ജനറൽ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി ഔദ്യോഗികമായി നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥയും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു റാങ്കോ നിയമനമോ അല്ല, മറിച്ച് ദേശീയ നായകന്മാർക്ക് നൽകുന്നതും ആജീവനാന്തം നിലനിൽക്കുന്നതുമായ ഒരു പദവിയാണെന്ന് നിയമമന്ത്രി വിശദീകരിച്ചു. ഈ പദവിയെ ഇംപീച്ച് ചെയ്യാനോ പിൻവലിക്കാനോ ഉള്ള അധികാരം പ്രധാനമന്ത്രിക്കല്ല, പാർലമെന്റിനായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫീൽഡ് മാർഷൽ ഓഫ് ദി എയർഫോഴ്സ് അല്ലെങ്കിൽ അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ് ആയി സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും റാങ്കും പ്രത്യേക അവകാശങ്ങളും നിലനിർത്തുകയും ജീവിതകാലം മുഴുവൻ യൂണിഫോമിൽ തുടരുകയും ചെയ്യുമെന്നും അവരുടെ സജീവ സേവനത്തിന് ശേഷം രാജ്യത്തിന്റെ താൽപര്യാർത്ഥം ഫെഡറൽ സർക്കാരിന് അവർക്ക് ചുമതലകൾ നൽകാമെന്നും ബില്ല് വ്യക്തമാക്കുന്നു. നിലവിൽ രാഷ്ട്രപതിക്ക് ബാധകമായ അനുച്ഛേദം 47, 248 എന്നിവയിലെ നിയമപരിരക്ഷാ വ്യവസ്ഥകൾ പുതുതായി സൃഷ്ടിച്ച ഈ പദവികൾക്കും കരട് രേഖ ബാധകമാക്കുന്നു. ഇത് ആജീവനാന്ത നിയമപരിരക്ഷ ഉറപ്പാക്കും. വിരമിച്ചതിനു ശേഷവും സൈനിക ഉന്നതരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ, ജുഡീഷ്യൽ പരിശോധന അല്ലെങ്കിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകും. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമനങ്ങൾ നടത്തുന്നതെന്ന് ഭേദഗതി നിലനിർത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ അധികാരം സംയുക്ത സേനാ മേധാവിയിലേക്ക് മാറും. എല്ലാ പ്രധാന ശുപാർശകളും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നായിരിക്കണമെന്നാണ് വ്യവസ്ഥ. രാഷ്ട്രീയ പാർട്ടികൾ ദുർബലമാവുകയും സമ്പദ് വ്യവസ്ഥ സൈനികവൽക്കരിക്കപ്പെടുകയും അധികാരം സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ ഭരണഘടനാപരമാക്കുകയും ചെയ്യുന്നതോടെ ഈ ഭേദഗതി അസീം മുനീറിന്റെ അധികാരം നിയമപരമായി ഉറപ്പിക്കുകയും പാകിസ്ഥാന്റെ സൈന്യത്തെ ഭരണകൂടത്തെ മാത്രമല്ല ഭരണഘടനയെ തന്നെ നിയന്ത്രിക്കുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്യും. ഇന്ത്യയുമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് സൈനിക കമാൻഡന്റിന്റെ ഭരണഘടന അടിത്തറ ശക്തിപ്പെടുത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത്. ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഭരണഘടനാ ഭേദഗതി എന്ന് ബിൽ അവതരണത്തിനിടെ തരാർ പറഞ്ഞു. സമീപകാല പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷങ്ങൾ നമ്മെ നിരവധി പാഠങ്ങൾ പഠിപ്പിച്ചു. യുദ്ധത്തിന്റെ സ്വഭാവവും തന്ത്രവും പൂർണ്ണമായി മാറിയിരിക്കുന്നു. നിയമന നടപടിക്രമങ്ങളും ചില തസ്തികകളും മുമ്പ് സൈനിക നിയമത്തിലായിരുന്നു. പക്ഷേ 1973 ഭരണഘടനയിൽ അവ പരാമർശിച്ചിരുന്നില്ല എന്ന് തരാർ ബിൽ അവതരണ വേളയിൽ പറഞ്ഞു. ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം സൈന്യത്തിന് കൈവരുമെന്നാണ് വിമർശനം.